ഇന്നൊരു മട്ടൻ കറി ഉണ്ടാക്കാൻ പോവാണ്. മട്ടൻ ആദ്യം തന്നെ ഫ്രിഡ്ജിൽ വെച്ച് വേവിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഇട്ട് നമ്മൾ വേവിച്ചു. ഇനി ആവശ്യമുള്ളത് 3 മീഡിയം ടൈപ്പ് തക്കാളി, ഉള്ളി, സവാള, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടെ നമ്മൾ കുക്കറിലിട്ട് വേവിക്കാൻ പോവാണ്. വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് അരച്ചെടുക്കും. ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടി ഇട്ടിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കണം. തക്കാളിക്കും ഉള്ളിക്കും ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടേക്കണം. 2 വിസിൽ മതി. ഇത് നമ്മൾ ഹോട്ടലിലൊക്കെ കഴിക്കുന്ന പോലത്തെ മട്ടൻ കറി ഉണ്ടാക്കാനാണ്. തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് അരയ്ക്കണം. ഈ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. നല്ല പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട്. കടുക് പൊട്ടിക്കുക, പിന്നെ പട്ട, ഗ്രാമ്പു എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി, ഉള്ളി എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. ചാറ് കുറവാണെങ്കിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഇത് ചെയ്യാവേ, നീട്ടാവേ. ഇനി ഇതിൻ്റെ അകത്തോട്ട് പെപ്പർ ഇടണം. മട്ടൻ മസാല ഇടുക. മട്ടൻ മസാല ശക്തിയുടെ പെപ്പർ ഒരു 1/2 ടീസ്പൂണ് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ കട്ട പിടിച്ചിരിക്കുന്ന പോലെ ഇരിക്കും. ഇതൊന്ന് തിളയാവുന്നുണ്ടെങ്കിൽ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന മട്ടൻ അതിൻ്റെ അകത്തിട്ട് എടുക്കണം. തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ആദ്യമേ നമ്മൾ കുക്കറിലോട്ട് അതിന് അത്യാവശ്യമുള്ള മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ടതാണ് നമ്മൾ വേവിക്കുന്നത്. അത് കാരണം അരപ്പിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ അനുസരിച്ച് പിന്നെ ഇടത്തോടെ തിള വന്നിട്ടുണ്ട്. കുറേശ്ശെ മട്ടൻ ഇട്ട് കൊടുക്കുക. ഇത് നല്ലൊരു ടേസ്റ്റാണ്. നല്ല കാണാനും നല്ല ഭംഗിയാണ്. മട്ടൻ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. തീ കുറയ്ക്കുക. ലോ ഫ്ലെയിമിൽ വെക്കണേ. നമുക്ക് റെസ്റ്റോറൻറ്റിൻ്റെ എല്ലാം കിട്ടുന്ന അതുപോലത്തെ കറി റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ശകലം തേങ്ങയും കൂടെ അരച്ചൊഴിക്കാതെ കുറച്ചുകൂടെ തിക്നെസ് കിട്ടും. നമ്മൾ തിക്നെസ് വേണമെങ്കിൽ കുറച്ചുകൂടെ ഉള്ളി കൂടി ഇട്ടാൽ മതി. ഞാൻ ഇതിൻ്റെ അകത്ത് 1/2 കിലോ ആയത് കാരണം ഒത്തിരി ഉള്ളി ഇട്ട മധുരിക്കും. അത് കാരണം ഒരു 3 മീഡിയം ടൈപ്പ് ഉള്ളിയാണ് എടുത്തേക്കുന്നത്. സവാള. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.